ഹലോ ഓൾ, വെൽക്കം ടു സിംപ്ലി ഫിൽമി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം വീഡിയോസ് കുറച്ച് നാളായിട്ട് വീഡിയോസ് നമ്മുടെ ചാനലൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി പുതിയ പടങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ പനിയൊക്കെ പിടിച്ച് കുറച്ച് നാൾ റെസ്റ്റിലൊക്കെ ആയിപ്പോയി. അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് സിനിമകൾ റിവ്യൂസ് നമ്മൾ മുടങ്ങിയത്. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സിനിമ, നമ്മുടെ മാളികപ്പുറം ടീം വീണ്ടും ഒരു സിനിമയായിട്ട് വന്നിരിക്കുകയാണ്. സിനിമയുടെ പേര് സുമതി വളവ് എന്നാണ്. സിനിമ സംവിധാനം എഴുതിയിട്ടുള്ളത് അഭിലാഷ് പിള്ളയും സംവിധാനം ചെയ്തേക്കുന്ന വിഷ്ണു ശശിശങ്കറുമാണ്. ഇവർ രണ്ടുപേരും ഇതിന് മുന്നേ ഒന്നിച്ച സിനിമ മാളികപ്പുറമായിരുന്നു. അപ്പം സിനിമ ഉണ്ടായിരുന്നത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു ഓക്കെ സിനിമ ആയിട്ടാണ് ഫീൽ ചെയ്തത്. കുഴപ്പമില്ല, വെറുതെ ഫാമിലിയൊക്കെ ആയിട്ട് വെറുതെ സമയം ഒരു നേരം പോക്ക് എന്നുള്ള നിലയ്ക്ക് കാണാൻ പറ്റുന്ന ഒരു ആവറേജ് ഒരു ഓക്കേഷ് സിനിമയാണ്. അങ്ങനെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പടത്തിൻ്റെ മെയിനായിട്ട് പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഇവർ കാട്ടിലൂടെ നടക്കുന്ന ചില സീനുകളിലൊക്കെ സൗണ്ട് അത്യാവശ്യം നല്ല പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ എം.ആർ. രാജകൃഷ്ണനാണ് സൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളത്, സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സൗണ്ട് ഡിസൈൻ എനിക്ക് അത്യാവശ്യം നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ പറഞ്ഞ ആംബിയൻസ്, ആ മൂഡ് ബിൽഡ് ചെയ്യാനായിട്ട് സൗണ്ട് ഡിസൈൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മെയിൻ ഒരു പോസിറ്റീവായിട്ട് തോന്നിയത് മ്യൂസിക്കാണ്. മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് രഞ്ജിൻ രാജാണ്. ഇതിൽ ആക്ച്വലി പാട്ടുകൾ കുറച്ചധികം ഉണ്ട്. ഒന്നാമത്തെ കാര്യം, കുറച്ചധികം പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. കാരണം ഇപ്പം നായകനും നായികയായിട്ടുള്ള റൊമാൻസ് ബിൽഡ് ചെയ്യാനാണെങ്കിൽ അതിന് വേണ്ടി തന്നെ 2 പാട്ടെന്തോ ഉണ്ട് ഈ സിനിമയിൽ. വെറുതെ ആവശ്യമില്ലാണ്ട് ഒരുപാട് പാട്ടുകൾ സിനിമയിലുള്ള പോലെ തോന്നി. ചില പാട്ടിൻ്റെയൊക്കെ പ്ലേസ്മെന്റ് എനിക്ക് ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത്. ഇപ്പം ഒരു കല്യാണ വീട്ടിൽ നടക്കുന്ന ഒരു ഡാൻസിന്റെ ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ആവശ്യമില്ലാത്തൊരു, ആ സീനിലൊന്നും ആ ഒരു പാട്ട് വെച്ചതുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് മാത്രമല്ല, അത് വർക്കായിട്ടില്ല. ആ സീനിൽ എല്ലാ ആൾക്കാരും തലയിൽ കൈ വെച്ചിരിക്കുമായിരുന്നു തിയേറ്ററിൽ. അങ്ങനത്തെ കുറച്ച് ഒരു പ്ലേസ്മെന്റ് ശരിയാവാത്ത കുറച്ചധികം പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. കാരണം നായകനെ കണ്ട അപ്പം പാട്ട് തുടങ്ങും എന്നുള്ള രീതിയാണ്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഫീൽ ചെയ്തു. പിന്നെ പെർഫോമൻസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ മൊത്തത്തിലൊരു നാടകീയത ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഹൊറർ ഫിലിംസ്, സിനിമ ബേസിക്കലി ഹൊററാണ്. ഇപ്പം ഈ ഹൊറർ ഫിലിംസ് നമ്മളിപ്പം ബ്രഹ്മയുഗം വരെ എത്തി നിൽക്കുകയാണ് നമ്മുടെ ഹൊറർ ഫിലിംസ് മലയാളത്തിൽ. ഞാൻ അതാണ് ലാസ്റ്റ് കണ്ടത്, തിയേറ്ററിൽ നിന്ന് കണ്ടത്. പക്ഷേ ഇതിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പഴയ ഒരു ആകാശഗംഗയൊക്കെ ഇല്ലേ, ആ കാലത്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു ഹൊറർ ഫിലിംസിന്റെ ആ ഒരു മൂഡാണ്. മൊത്തത്തിലൊരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. ഈ സിനിമയിൽ ആക്ച്വലി അർജുൻ അശോകൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകൻ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം. പുള്ളിയുടെ ഒരു എന്താ പറയുക, നല്ലൊരു അടിപൊളി പെർഫോമൻസ് കണ്ടു എന്നൊന്നും ഫീൽ ചെയ്യുന്നില്ല. ക്യാരക്ടറായിട്ട് പുള്ളി ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതനുണ്ട്. ആളുടെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. ആളത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈജു കുറുപ്പ് ആസ് യൂഷ്വൽ ഒരു അയ്യോഭാവൻ ക്യാരക്ടറാണ്. പുള്ളിയുടെ ആ ഒരു മീറ്റർ പിടിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ മറിമായത്തിലുണ്ടായിരുന്ന റാഫിയൊക്കെ ഉണ്ട്. പുള്ളിയൊക്കെ വെറുതെ ഇടയ്ക്ക് ഓരോ സീനിലൊക്കെ വന്നു പോയി, അത്ര തന്നെ. അഭിനയിച്ചവരെല്ലാവരും ഈ സിനിമയ്ക്ക് എന്താണോ ഡിമാൻഡ് ചെയ്യുന്ന, ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അവരവരുടെ റോളുകൾ ആരും മോശമാക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ ആകെ മോശമായിട്ട് എനിക്ക് തോന്നിയത് ശ്രാവൺ മുകേഷ് ആണ്. ആളുടേത് കുറച്ച് പാടാണ്, ആളുടെ പെർഫോമൻസ്. അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ മോനുണ്ടല്ലോ, മാധവ് സുരേഷ്, ആ രീതിയിലല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ അനാഥരല്ല, അങ്ങനെ പറയുന്ന ലെവലല്ല. എന്നാലും ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഡയലോഗ് ഡെലിവറി പറ്റ ഫെയിലിയർ ആയിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പെർഫോമൻസിനെ പറ്റിയിട്ട്. എനിക്ക് ആക്ച്വലി ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് സിദ്ധാർത്ഥ് ഭരതനെയാണ്. സിദ്ധാർത്ഥ് ഭരതൻ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. പുള്ളി ഇതിനകത്ത് ചെമ്പൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. BGM അത്യാവശ്യം നല്ലപോലെ തന്നെ എനിക്ക് ഈ സിനിമയുടെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആദ്യത്തെ കുറേ സീനുകളിലൊക്കെ ഒരു പുള്ളുവൻ പാട്ട് ഇൻസ്പയർഡ് ആയത് മാതിരി അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് BGM ഒക്കെ ഉണ്ട്. അത് സിനിമയിൽ ആക്ച്വലി ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. അടിപൊളിയായിട്ട് സിനിമയിൽ ആ സീനിന് പക്കയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ പാട്ടുകളുടെ കാര്യം പറയുമ്പോൾ ഒരുപാട് പാട്ടുകൾ കുത്തിനിറച്ചു. അതിൽ പല പാട്ടുകൾ ഈ സിനിമയ്ക്ക് ആവശ്യം പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ സിനിമയുടെ സിനിമാറ്റോഗ്രഫി എനിക്ക് എടുത്തു പറയണം തോന്നിയൊരു ഘടകമാണ്. പിന്നെ എനിക്ക് സിനിമയിൽ എടുത്തു പറയണം തോന്നിയത് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫിയാണ്. സിനിമാറ്റോഗ്രഫി അത്യാവശ്യം നല്ലപോലെ വന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ചില നൈറ്റ് ഷോട്ട്സും എന്താ പറയുക, ചില കാട്ടിൽ വെച്ചിട്ടുള്ള കുറച്ച് ഷോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് അത്യാവശ്യം നല്ലപോലെ വന്നതായിട്ട് എനിക്ക് തോന്നി. നൈറ്റ് ഷോട്ട്സ് എല്ലാം അത്യാവശ്യം നല്ലതായിരുന്നു. കണ്ണിന് ഭയങ്കര ഈസ്തെറ്റിക്കലി ഭയങ്കര പ്ലീസിങ് ആയിരുന്നു ഓരോ ഫ്രെയിംസും. അത് അത്യാവശ്യം നല്ലപോലെ തന്നെ വന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സിനിമയുടെ
മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷഫീഖ് മുഹമ്മദ് അലിയാണ്. എഡിറ്റിംഗ് എനിക്ക് ഓർമ്മ കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പ് ആക്കായിരുന്നു എന്ന് തോന്നി. കാരണം വെറുതെ കുറേ ആവശ്യമില്ലാണ്ട് ഈ പ്രേമത്തിന്റെ സീക്വൻസസ് തന്നെ പിന്നെ ചിലതൊക്കെ വരുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് ക്രിസ്പ് ആക്കിയിരുന്നെങ്കിൽ, ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്ന കുറച്ചും കൂടെ നന്നാവുമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇതിനെപ്പറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ VFX സൈഡിലാണ് എനിക്ക് കുറച്ച് പരാതികളുള്ളത്. കാരണം പല സീനുകളിലും ഗ്രീൻ മാറ്റ് ഇട്ടാണ് ഷൂട്ട് ചെയ്തതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ചില സീനുകളുണ്ട്. പിന്നെ കൊച്ചുകുട്ടികളെ കൊണ്ട് ഈ സിനിമയ്ക്ക് പോവാമോ എന്ന്, കാരണം ഈ സിനിമ ഓൾറെഡി US 16+ എന്തോ ആണ്. പക്ഷേ കുറേ ഫാമിലീസ് കൊച്ചു പിള്ളേരായിട്ട് തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതിൽ കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കുറച്ച് സീനുകളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഗ്നന്റ് ലേഡിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സീനുകൾ ഈ സിനിമയിലുണ്ട്. അത് കുറച്ച് ഡിസ്റ്റർബിംഗ് ആണ്. ഇത് ഈ കൊച്ചു പിള്ളേരെയൊക്കെ വെച്ചുകൊണ്ട് എന്ത് ലോജിക്കലാണ് ഇങ്ങനെ പോകുന്നത് എന്നുള്ളവർക്ക് എനിക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. പേരൻസ് കുറച്ചും കൂടെ ഇങ്ങനത്തെ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ സിനിമയെ പറ്റി ബന്ധപ്പെട്ട കാര്യമല്ല, പക്ഷേ ഒരു സിനിമ കാണുന്ന തിയേറ്ററിൽ പോകുന്ന ആളെ എന്ന രീതിയിൽ എനിക്ക് സിനിമേനെ അകത്ത് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് തോന്നി. ഈ തിയേറ്ററിൽ ഹൊറർ സിനിമയ്ക്ക് മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്. എന്തെങ്കിലും ഒരു മൊമെന്റ് നടക്കാൻ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആൾക്കാർ കമന്റ് അടിക്കാൻ തുടങ്ങും. ഈ സിനിമയ്ക്ക് കാണാൻ കയറിയപ്പോൾ കുറെ അലമ്പ പിള്ളേര് തിയേറ്ററിലുണ്ടായിരുന്നു. ഇടയിൽ നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ തിയേറ്ററിൽ ബാക്കിയുള്ള ആൾക്കാർ കാശ് മുടക്കി സിനിമ കാണാൻ വന്നിരിക്കുന്ന നിന്റെയൊക്കെ ഈ ഡയലോഗ് കേൾക്കാനല്ലല്ലോ. ഡയലോഗ് പോലെ ചില സമയത്ത് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഒച്ചപ്പാടും ബഹളവും, ഈ ഇടയ്ക്ക് കമന്റ് അടിക്കുന്ന അവൻ്റെയൊക്കെ വിചാരം അവനെന്താ മാസമായിട്ട് ചെയ്യാന്നാ. പക്ഷെ അത് ഭയങ്കര എന്താ പറയാ, ഒരുമാതിരി ഇതിനൊക്കെ പറയാം. പിന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ വെറുതെ അൺപാർലമെന്ററി ആയിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ നമ്മൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയെന്നൊക്കെ പറയും. പക്ഷെ ബാക്കിയുള്ള ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന സിനിമ ആസ്വദിക്കണം എന്ന് കരുതി വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ആസ്വാദനത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ സാധനങ്ങൾ തിയേറ്ററിലുണ്ടായിരുന്നു. അത് ആക്ച്വലി എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിച്ച്. ഫൈനലി എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത് ഒരു ഓക്കേഷ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പേടിക്കാൻ മാത്രമുള്ള സാധനങ്ങളൊന്നുമില്ല. ചില സീനുകളൊക്കെ ഇങ്ങനെ നല്ലപോലെ വർക്കായി പോയിട്ടുണ്ട്. ചില സീനുകൾ ഒരു ആവറേജ്, ചില സീനുകൾ ബിലോ ആവറേജ് ആയിട്ടും ഫീൽ ചെയ്തു. അതൊക്കെയാണ് പിന്നെ എനിക്ക് സിനിമയെ പറ്റി ഫീൽ ചെയ്ത കാര്യങ്ങൾ. ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ അടിപൊളിയായിട്ട് അനുഭവപ്പെട്ട സിനിമയായിരിക്കും. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ ഇതിൻ്റെ താഴത്തൊരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, അടുത്തൊരു സിനിമയുടെ വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.